സഭയുടെ അവൈലബിൾ ആയിട്ടുള്ള സീനിയർ എപ്പിസ്കോപ്പുമാരുടെ കൗൺസിൽ ഇപ്പോൾ നടക്കുകയുണ്ടായി. ബാക്കിയുള്ള എപ്പിസ്കോപ്പുമാർ സൂമിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അഭിവന്ദ്യ മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെ ഭൗതിക ശരീരം കബറടക്കുന്നത്, സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് കേരളത്തിൽ സഭയുടെ ആസ്ഥാന മന്ദിരത്തിലായിരിക്കും, സഭയുടെ കത്തീഡ്രലിലായിരിക്കും എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട്, സംസ്കാര ശുശ്രൂഷകളുടെ ഡേറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയിലെ പ്രൊസീജിയേഴ്സ് നേരിടേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരു 8 to 10 ഡേയ്സിനുള്ളിൽ ഈ ബറിയൽ സർവീസ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഒരു ഡേറ്റ് നാളെ കൊണ്ട് ഫൈനലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ടും ഹൂസ്റ്റണിലെ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട്, ഈ സംസ്കാര ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാനും പുതിയൊരു മെത്രാപ്പോലീത്ത തിരുമനസിനെ തിരഞ്ഞെടുക്കുന്നത് വരെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും 9 അംഗങ്ങളടക്കുന്ന ഒരു എപ്പിസ്കോപ്പൽ ടീമിനെ, ബിഷപ്പ്മാരുടെ ടീമിനെ സെലക്ട് ചെയ്യുകയുണ്ടായി. ആ ടീമിന് നേതൃത്വം നൽകുന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ചെന്നൈ അധിപതിദാസന അധിപനായിരിക്കുന്ന മാത്യൂസ് സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയായിരിക്കും. ചെന്നൈ ഭദ്രാസനത്തിൻ്റെ അധിപനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയായിരിക്കും ഈ 9 അംഗ ബിഷപ്പ് ടീമിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ തിരുമേനിയുടെ നേതൃത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയും തിരുമേനിയായിരിക്കും മുഖ്യ കാർമ്മികനായിരിക്കുകയും പുതിയൊരു മെത്രാപ്പോലീത്ത തിരഞ്ഞെടുക്കുന്നവരെയുള്ള സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതും സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയായിരിക്കും.